ജപ്തി വിരുദ്ധ ജനകീയ സമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജപ്തി നടപടികൾ നിർത്തിവെക്കുക, സർഫേസി നിയമം റദ്ദു ചെയ്യുക, പാർപ്പിടം ഭരണഘടനാ അവകാശം അത് ജപ്തി ചെയ്യരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജപ്തി വിരുദ്ധ ജനകീയ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഫർക്ക റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വലപ്പാട് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കവയിത്രിയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ബൽക്കീസ് ബാനു ഉദ്ഘാടനം ചെയ്തു. ദരിദ്രരും ആലംബഹീനരുമായ ജനങ്ങളെ തെരുവാധാരമാക്കുന്നതല്ല, മറിച്ചവർക്ക് പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, തൊഴിൽ തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുമ്പോഴാണ് ആ സർക്കാർ വികസിച്ചുവെന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. പാവപ്പെട്ട കുടുംബങ്ങളെ ജപ്തിക്കിരയാക്കി അവരെ വഴിയാധാരമാക്കുന്ന ജനദ്രോഹ നടപടികളിൽ നിന്ന് ബാങ്കുകൾ പിന്മാറേണ്ടത് അനിവാര്യമാണെന്നും സമ്പന്നരുടെ മാത്രമല്ല പാവപ്പെട്ടവരുടെയും വായ്പകൾ കൂടി എഴുതിത്തള്ളുന്നതിന് ബാങ്കുകൾ തയ്യാറാകണമെന്നും അവർ കൂട്ടിച്ചേർത്തു. സമിതി കൺവീനർ എം.എ. ലക്ഷ്മണൻ അധ്യക്ഷനായി. പി.സി. അജിയൻ, ദിശ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. കുമാർ അന്തിക്കാട്, സരസ്വതി വലപ്പാട്, ജപ്തി വിരുദ്ധ ജനകീയ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി.സി. വത്സൻ, സമിതി ജില്ലാ കമ്മിറ്റി മെമ്പർ സുബ്രൻ ഏങ്ങണ്ടിയൂർ, ദിശ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് വലപ്പാട്, ജില്ലാ പ്രസിഡന്റ് പ്രസാദ് അന്തിക്കാട്, ജില്ലാ സെക്രട്ടറി റിനീഷ് വലപ്പാട്, രാജു കഴിമ്പ്രം, സമിതി പ്രവർത്തകരായ നീതു അനിൽ തളിക്കുളം, ശൈലജ പെരുമ്പിളിശ്ശേരി എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി തൃപ്പയാർ കേരള ബാങ്ക് പരിസരത്ത് നിന്ന് പ്രകടനവും ഉണ്ടായിരുന്നു. ഷാജു കണക്കന്തറ, രതീഷ് പടിയത്ത്, ലോകേഷ് തളിക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി.